അടിപൊളി. അഞ്ഞൂറ് 400 രൂപ. വായിക്കോ? ഇല്ല, അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. കുറച്ച് വായിക്കോ? പറ്റിക്കാൻ വേണ്ടി വന്നതല്ലേ? ഞാന് ജസ്റ്റ് ഒന്ന് ഊതി നോക്കിയതാണ്. അടിപൊളിയാട്ടോ. എന്റെ പേര് ഭക്ഷണം. എന്റെ ഒരു അബ്ദുൽ സലാം. ഞാന് തോമ്പടിയിൽ ഓട്ടോ ഓടുന്നു. ഇവിടെ ജസ്റ്റ് ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. മൊബൈൽ ഷോപ്പ് ഒന്ന് കാണാൻ വേണ്ടി. ഞാൻ പഠിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ഞാൻ ചെറുപ്പം തൊട്ടുള്ള പ്രാക്ടീസിംഗ് ആണ്. ഇങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇതിനോട് നല്ലൊരു താല്പര്യം ഭയങ്കര ഇഷ്ടം. എവിടെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. കേട്ട് പഠിച്ചു, ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു, സ്വരങ്ങളൊക്കെ പഠിച്ചു. എന്നാലും അവിടെ എത്തിയിട്ടില്ല. ഇങ്ങനെ ഈ ഇപ്പൊ ഇവരൊക്കെ വായിക്കുന്ന പോലെയൊന്നും ആ ലെവലൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഇത്രയൊക്കെ ആയില്ലേ? നമ്മളൊക്കെ ഊതിയുള്ള സൗണ്ട് കേൾപ്പിച്ചു തരാം. ഞങ്ങളൊക്കെ ഊതുമ്പോൾ സൗണ്ട് കേൾപ്പിച്ചു തരാം. പ്രാക്ടീസ് ചെയ്താൽ വരും. ഇതൊക്കെയാണ് നമ്മള് പ്രാക്ടീസ് ചെയ്താൽ വരും. അതല്ലേ, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് പോകാം. നമ്മ അതിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവണം. വേറെ ഏതെങ്കിലും പാട്ട് വായിക്കോ? അറിയോ? ചേട്ടാ ഒന്നും പറയല്ല കേട്ടോ. അതെ, ഇപ്പൊ നമ്മളിവിടെ പല ആളുകളെയും ഇതുപോലെ ഫ്ലൂട്ട് മേടിക്കാൻ വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകിൽ ഇത് കേൾക്കാൻ വരുന്നു, അതെ, ഒന്നുകിൽ കേൾക്കാൻ വരുന്നു, ഇല്ലെങ്കിൽ പാട്ട് ഇത് ചുമ്മാ വില ചോദിക്കാനായിട്ട് വരും. പക്ഷെ ഇത് വന്നിട്ട് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു സംഭവം. ഓക്കെ, വേറെ പാട്ട് വായിക്കും. ഒരു പാട്ട് കൂടെ വായിക്കും. ഭയങ്കര ആഗ്രഹം കേട്ടോ പാട്ട് കേൾക്കാനായിട്ട്. എന്താ സാധനം? ചേട്ടൻ ഇങ്ങനെ ഓട്ടോ ഓടുന്ന ഒരാളല്ല, ഓട്ടോ ഓടുന്ന ആള്. സത്യം പറഞ്ഞാല് ഇവിടെ ഈ ഓട്ടോ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാള് മുമ്പിൽ ഇങ്ങനെ ഇൻട്രോ. അല്ല, നിങ്ങളെപ്പോലെ ആള് പുറത്ത് വരണ്ടേ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ യാദർശികമായിട്ട് ഇവിടെ കൂട്ടി പഠിക്കുമ്പോ കണ്ട് വളരെയധികം സന്തോഷം. നിങ്ങളെ കണ്ടതിലും ഇദ്ദേഹത്തെ കണ്ടതിലും. ഇങ്ങനെ ഒരു അവസരങ്ങൾ വരുമ്പോ ഉപയോഗിക്കും. അത് തീർച്ചയായും ഉപയോഗിക്കും. ഓക്കെ, എന്താണ് പേരെന്താ? എന്റെ പേര് അബ്ദുൽ സലാം. അബ്ദുൽ സലാം എന്ന പേര്. എവിടെ ഓട്ടോ ഓടുന്നു? ഞാൻ തോമ്പടി ഓട്ടോ സ്റ്റാൻഡ് ഓടുന്നു. തോമ്പടി പനയപ്പള്ളി. അപ്പൊ ഇദ്ദേഹത്തിന് എല്ലാവരും ഓർമ്മ വെച്ചോ. അബ്ദുൽ സലാം എന്നാണ് പേര്. തോപ്പുംപടിയിൽ ഓട്ടോ ഓടുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഒപ്പം ഒരു നല്ലൊരു കലാകാരൻ കൂടിയാണ്. ഈ വീഡിയോ നമ്മള് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മള് ഷെബിൻ ചെയ്യേണ്ട ഒരു കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ഓട്ടോപേട്ടയിൽ പോയിട്ട് ആളിനെ ഒരു ആദരവ് പോലെ ആളൊരു പ്രോഗ്രാം ചെയ്ത് ഓട്ടോ സ്റ്റാൻഡ് പോയിട്ട് അവരുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ട്
നേരത്തെ വീഡിയോ ആർക്കെങ്കിലും എടുക്കണം. അറിയാവോ ഈ ഒരു പാട്ട് കുറച്ച് പാടുന്നത്? സുഹൃത്തുക്കൾക്ക് അറിയാം. അറിയാം. അപ്പൊ അത് അവരുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നല്ല മാതിരി ആൾക്കാരിലേക്ക് എത്തിക്കണം. അതെന്ന് വെച്ചിട്ട് നമ്മൾ അറിയാത്ത കുറെ കലാകാരന്മാരുണ്ട്. അതെ, അതെ, തീർച്ചയായും. അപ്പൊ അവർക്ക് ഇതേപോലത്തെ ഒരു ഇത്രയ്ക്കധികം ആൾക്കാരുള്ള ഒരു സബ്സ്ക്രൈബുള്ള ഒരു ചാനലിന് ഒരു ആള് രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. ശരിയാ. അത് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ ഇത് മാക്സിമം ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ ഒരു ആളെ നമ്മളൊരു തുടക്കമാണ് ഇത്. നമ്മൾ ഒരിക്കലും നമ്മളിത് പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് ആണ്. അതെ, അതെ, അതെ. നമുക്കത് വലിയൊരു അംഗീകാരം തന്നെയാണ് അത്. അല്ല, നമുക്കത് ഇദ്ദേഹം ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു അദ്ദേഹം അറിയാം ഫ്ലൂട്ടിൽ ലെജൻഡ് ആണ് അല്ലെ. ഇദ്ദേഹം ഇങ്ങനെ ഒരു ആളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവണം. അതാണെന്നില്ല, നമുക്ക് വിഷമമാണ് കാരണം ഇത്രയ്ക്കധികം നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടാതെ അടുത്ത ആൾക്കിപ്പോ ഇത് മേടിക്കാനായിട്ട് വന്നു തന്നെയല്ലേ. തീർച്ചയായും അപ്പൊ വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചു. ആയിക്കോട്ടെ, പൈസ എടുക്കാം, പൈസ നമുക്ക് തരാം.